നല്ല കാര്യമല്ലേ? ശശി തരൂർ വിദേശയാത്ര ചെയ്യുന്നതിന് എന്താ കുഴപ്പം നിങ്ങൾക്ക്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞിടത്തുണ്ട്, കോൺഗ്രസ് കുറച്ച് സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ്. ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം പറഞ്ഞാൽ ഉടനെ 52 വെട്ടി ശരിയാക്കി കളയാമെന്ന് പറയുന്നൊരു പാർട്ടിയല്ല കോൺഗ്രസ്. അതാണ് പാർട്ടിയുടെ സൗന്ദര്യവും. പക്ഷേ പാർട്ടിയുടെ പൊതുവായ ആശയങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് പോകണമെന്നുള്ള നിർദ്ദേശം എല്ലാവർക്കും ഉണ്ട്. അതിലെവിടെയെങ്കിലും ആ ലക്ഷ്മൺ രേഖ ലംഘിക്കുന്നു പാർട്ടിക്ക് തോന്നുമ്പോൾ പാർട്ടിക്ക് പാർട്ടിയുടേതായ സമയങ്ങളിൽ നടപടിയെടുക്കാൻ അവകാശമുണ്ട്. അത് ആ രീതിയിൽ മുന്നോട്ട് പോകും. എന്ന് വെച്ച് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ലംഘിക്കുന്ന പാർട്ടിയല്ല, സഞ്ചാര സ്വാതന്ത്ര്യത്തെ ലംഘിക്കുന്ന പാർട്ടിയല്ല, അതൊന്നും സംശയമില്ല. ശശി തരൂർ കോൺഗ്രസിന്റെ അവിഭാജ്യമായ ഘടകമായിട്ട് തന്നെയാണ് ഇപ്പം നിൽക്കുന്നത്. ഭാരതാംബ വിഭാഗത്തിലെ വീണ്ടും യോഗാ ദിനത്തിലും വീണ്ടും അവിടെ ഇന്ന് ഇതുപോലെ തന്നെ ഭാരതാംബ ചിഹ്നം വെച്ച് ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ BJPയുടെ ചില ആളുകൾ ഈ ദേശീയ പതാകയുടെ ചിഹ്നം വെച്ച ഭാരതാംബ ചിത്രീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ല, ഞാനത് ഇന്നലെ പറഞ്ഞു. കാരണം ഇതൊക്കെ സത്യത്തിൽ ഗവർണർ എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ്. അതിൻ്റെ വില അദ്ദേഹം തന്നെ കളയാൻ തീരുമാനിച്ചാൽ എന്താകും സ്ഥിതി എന്നുള്ളതാണ് ഇപ്പോൾ കേരളം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം. കേവലമായിട്ടുള്ള സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു പൊസിഷൻ അല്ല ഗവർണർ പദവി. ആ പദവിയിലിരുന്ന ഒരുപാട് പ്രഗത്ഭരായ ആളുകളുണ്ട്. എനിക്കറിയില്ല, ഈ സ്റ്റേറ്റിൽ നിന്ന് മറ്റു പലരും ഗവർണർമാരായിട്ട് പലയിടത്തും വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയൊന്നുമില്ലാത്തൊരു വിവാദം ഇവിടെ കുത്തിപ്പൊക്കിയതിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണ് അദ്ദേഹത്തിന് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തിന് ഇതുകൊണ്ട് എന്ത് നേട്ടം ഉണ്ടാകാൻ പോകുന്നു? ഈ രാജ്ഭവനെ ഇങ്ങനെ വിവാദ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിന്റെ പേരിൽ അദ്ദേഹത്തിന് എന്ത് നേട്ടം ഉണ്ടാകാൻ പോകുന്നു എനിക്കറിയില്ല. ആ പദവിയുടെ വില കുറച്ച് കാണിക്കുക എന്നുള്ളതല്ലാതെ പിന്നെ ഈ പദവിയുടെ വില കുറക്കുമ്പോൾ അത് നോക്കേണ്ട ഉത്തരവാദിത്തം രാഷ്ട്രപതിക്കാണ്. ഞാൻ ഉത്തരവാദിത്ത ബോധത്തെ പറയുന്നു. മുഖ്യമന്ത്രി ഒരു മിനിറ്റ് വൈകാതെ രാഷ്ട്രപതിക്ക് പരാതി അയക്കണം. കേരളത്തിൽ നടക്കുന്നത് ഗവർണർ പദവി ദുരുപയോഗപ്പെടുത്തുന്നു, ഗവർണറുടെ പദവിക്ക് കളങ്കം ചേർത്തുന്നു. ഈ നടപടി പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്, അതിന് പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി ഗവർണർക്കും കേന്ദ്ര ഗവൺമെന്റിനും കത്തെഴുതണം. എന്തുകൊണ്ട് മുഖ്യമന്ത്രി എഴുതുന്നില്ല? വെറുതെ വർത്തമാനം പറഞ്ഞാൽ പോരല്ലോ. അതാണ് ചെയ്യേണ്ടത്.